ഹായ് ഗൈസ്, എൻ്റെ ചാനൽ നെയിം മിസ്റ്റർ സോളോ സഞ്ചാരി. ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. റൈഡും കാര്യങ്ങളൊക്കെ പോകലുണ്ട്, പക്ഷേ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ എന്താ അറിയില്ല, ഭയങ്കര മടി കാരണത്താൽ ഒരുപാട് ഇങ്ങനെ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ എൻ്റെ ചാനലും കാര്യങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ എല്ലാവരും. പറ്റുന്നവരൊക്കെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഷോർട്ട് വീഡിയോസ് മാത്രമേ ഇതിൽ ഇട്ടിട്ടുള്ളൂ ഇതുവരെ, അല്ല ഞാൻ ലോങ് വീഡിയോസൊന്നും ഇടാറില്ല. അപ്പോൾ ഇനി മുതൽ അങ്ങോട്ട് ഇടണമെന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം. പിന്നെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബെസ്റ്റ് റൈഡേഴ്സ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബുണ്ട്, ബൈക്ക് റൈഡേഴ്സിൻ്റെ ക്ലബ്ബ്. അപ്പോൾ ആ ക്ലബിൻ്റെ ഓണപ്പരിപാടിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു, അതിൻ്റെ പ്രോഗ്രാമും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, കുറച്ച് ദിവസം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നാണ് ആ ദിവസം. അപ്പോൾ തിരൂർ ഭാഗത്ത് വെച്ചിട്ടാട്ടോ ഈ പരിപാടി നടക്കുന്നത്. വടംവലിയും പിന്നെ സ്ലോ റേസിങ്ങും അതുപോലെ ഒരു ഗ്രൂപ്പ് റൈഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അവർ. അപ്പോൾ ഒരു സ്കൂളിൽ വെച്ചിട്ടാട്ടോ പ്രോഗ്രാമൊക്കെ നടത്തുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ നമ്മളെ ഒന്നും കൂടെ ഞാൻ പറയുന്നു, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ നിങ്ങൾ. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, കാരണം ഞാൻ ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് ഒരുപാട് തെറ്റുകളുണ്ടാവും. അപ്പോൾ അതൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി മിസ്റ്റർ ഫൈസി എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം ഐ ഡി ഉണ്ട്, അതും കൂടെ ഒന്ന് എല്ലാവരും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബിൽ അതിൻ്റെ ബയോയിൽ ലിങ്ക് ഉണ്ടാവും, ആ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. ഓക്കെ, നമ്മൾ ഏകദേശം സ്ഥലത്തെത്താനായിട്ട് കുറച്ചും കൂടെ ഓടാണ്ട്. ഞാൻ ഫുള്ളായിട്ട് വീഡിയോ കാണിക്കണില്ല. അവിടെ എത്തിയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങളെ കാണിക്കുക. ഞാൻ ഒന്നായിട്ട് എടുത്ത് ഒരുപാട് ലെങ്ത്തായി പോകും. അപ്പോൾ എന്തായാലും നമ്മൾ പരിപാടി സ്ഥലത്ത് എത്തിയിട്ട് ബാക്കി കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടോ. ഇവിടെ ചെന്നെത്തിയപ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്കൊക്കെ കിട്ടി. അങ്ങനെ ഒരുപാട് റൈഡേഴ്സും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്, ഒരുപാട് പേര് എത്തിയിട്ടുണ്ട്. അപ്പം ഏകദേശം സ്റ്റാർട്ട് ചെയ്യാൻ ടൈമായിട്ടുണ്ട്. പിന്നെ അവിടെ നടക്കുന്ന പേര് രജിസ്റ്റർ ചെയ്യണം. ഫസ്റ്റ് ടൈം പേര് രജിസ്റ്റർ ചെയ്യണം, ഫോൺ നമ്പറും അതുപോലെ നമ്മളെ വണ്ടി നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അങ്ങനെ ആ പരിപാടിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർത്തു. ഒരുപാട് റൈഡേഴ്സ് വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്, വന്നവർ അവിടെ പേര് എഴുതി കൊടുക്കുന്നുണ്ട്. എൻ്റെ പേര് അക്ഷയ്, ഞാൻ കാടാമ്പഴ അമ്പലത്തിലെ കേശാന്തിയാണ്. കുറേ പേരെ മുന്നേ പരിചയമുണ്ട്, പുതിയ മുഖങ്ങളുണ്ട്. അപ്പോൾ ഓണപ്പരിപാടി ബാക്കിയുള്ള വരുമ്പോൾ എല്ലാവരും പരിചയപ്പെടും. അപ്പോൾ ഓക്കെ, ശരി. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ എറണാകുളമാണ്. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് റൈഡേഴ്സിൻ്റെ ഓണം ആശംസകൾ. അതിൽ നമുക്ക് പരിപാടികൾ തകർക്കണം. ഇനി വേറെ ഇനിയൊന്നും പറയാനില്ല. കോട്ടയത്തിന്റെയും വയനാടിന്റെയും മലപ്പുറത്തിന്റെയും ആശംസകൾ. എല്ലാവർക്കും ബെസ്റ്റ് റൈഡേഴ്സിൻ്റെ ഓണാശംസകൾ. പിന്നെ ഞാൻ മെമ്പറാണെന്നേ ഉള്ളൂ. പിന്നെ റൈഡിങ് അങ്ങനെ റൈഡേഴ്സിൻ്റെ കൂടെ കൂടുതലായിട്ട് അങ്ങനെ പോയിട്ടില്ല, ഒരു പ്രാവശ്യമൊക്കെ പോയിട്ടുള്ളൂ. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എല്ലാവർക്കും എന്തായാലും പരിപാടി നമുക്ക് ഉഷാറാക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് പഞ്ചായത്ത് മെമ്പറാണ് കേട്ടോ. ഇവരാണ് ബെസ്റ്റ് റൈഡേഴ്സ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. അതിൻ്റെ ലോഗോ ആണ് കേട്ടോ പ്രകാശനം ചെയ്യുന്നത്. പഞ്ചായത്ത് മെമ്പറാണ് കൂടെ ഉള്ളത്. റൈഡേഴ്സ് ഇവിടെ ഇന്ന് ഈ പ്രദേശത്ത് സംഗമിക്കുകയാണ്. ആദ്യമായി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള ഇനിയും വരാനുള്ള എല്ലാ ബൈക്ക് റൈഡേഴ്സിനെയും ഞങ്ങളുടെ ഈ നാട്ടിലേക്ക് സന്തോഷപൂർവ്വം നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, ഈ ആധുനിക കാലഘട്ടത്തിലൊക്കെ പലപ്പോഴും പറയാറുണ്ട്, ഒരു വിഭാഗത്തെ പറ്റി അവർ ഫ്രീക്കന്മാരാണ്, അവർ വെറും അടിച്ചുപൊളിയുടെ ആളുകളാണ്, അതല്ലെങ്കിൽ വ്യത്യസ്ത രീതിയിലുള്ള പുതിയ തലമുറ. അങ്ങനെ ഫസ്റ്റ് ഗെയിം സ്റ്റാർട്ടായിട്ടോ. ഒറ്റ ഗെയിമിൽ 6 പേരാണ് പങ്കെടുക്കുന്നത്. 6 ബൈക്കേഴ്സാണ് റൈഡേഴ്സാണ് പങ്കെടുക്കുന്നത്. സ്ലോ റേസിംഗ് ആണ്.
ഏറ്റവും പതുക്കെ പോകുന്ന ആൾ കാല് കുത്താതെ ട്രാക്ക് ചേഞ്ച് ആവാതെ പോകണം. എങ്കിൽ മാത്രമേ വിജയിക്കത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകട്ടെ. ഇഞ്ചോടിഞ്ച് പോരാട്ടോ. അങ്ങനെ എക്സ്പൾസ് കാല് കുത്തിയിരിക്കുന്നു. ഹോണ്ട വിജയിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഫസ്റ്റ് വിന്നർ അപ്പുറത്ത് ഇതുപോലത്തെ 7-8 റൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ ആ സ്ലോ റേസിങ്. ഫുള്ളായിട്ടൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല, കയ്യുന്നൊക്കെ എടുത്ത്. പിന്നെ ഒരുപാട് വീഡിയോ ലെങ്ത് ആവും കരുതിയിട്ട് ഞാൻ പിന്നെ ഒരുപാട് എടുക്കാനൊന്നും നിന്നില്ല. അല്ലല്ല, ഇത് 3ാമത്തെ റൗണ്ട്. മൂന്ന് നിങ്ങളൊന്നും കൂടി ചവിട്ടി നോക്കി, കിട്ടോ. കിട്ടോ ഒന്നുകൂടി കിട്ടോ. കിട്ടി. അങ്ങനെ ബൈക്ക് റേസിങ് അവസാനിച്ചു. ഇനി വടംവലിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് ഫസ്റ്റ് വടംവലി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്.
അങ്ങനെ ഫൈനൽ റൗണ്ടാണ് കേട്ടോ നടക്കുന്നത്. ഇവിടെ ഫൈനൽ റൗണ്ട് വടംവലിയാണ് നടക്കുന്നത്. ഇതിലാരാണോ വിജയിക്കുന്നത് അവർ വിന്നറാവും. ഇതുകൂടെ കഴിഞ്ഞാൽ വടംവലി ഇവിടെ ഇതോടുകൂടി അവസാനിക്കും. അങ്ങനെ വടംവലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ സദ്യയിലോട്ടായിട്ടോ. പിന്നെ സദ്യ റെഡിയായി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും സദ്യ കഴിക്കാൻ വേണ്ടി പോയി. അങ്ങനെ സദ്യ കഴിഞ്ഞ് പിന്നെ ഒരു ലോങ് റൈഡും കൂടെ പോകാൻ വേണ്ടിയിട്ട് എല്ലാവരോടും റെഡിയാകാൻ പറഞ്ഞ് അങ്ങനെ ലോങ് റൈഡിന് റെഡിയായി നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടായി കാണുന്നത്. അങ്ങനെ എല്ലാവരും കൂടെ വണ്ടിയൊക്കെ എടുത്ത് റെഡിയായി നിൽക്കുകയാണ്. ഒരു ഗ്രൂപ്പ് റൈഡ് പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് കേട്ടോ. ഈ ഗ്രൂപ്പ് റൈഡ് നേരെ ചെന്ന് അവസാനിക്കുക ഒരു പാർക്കിലുണ്ട് ചെന്ന് അവസാനിക്കുന്നത്. ഇനി ആ പാർക്കിൽ നിന്നാണ് നമ്മൾ സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം അങ്ങോട്ടേക്ക് പോകാം. ഇതാ പാർക്കിൻ്റെ തൊട്ടടിയിലുള്ള ഒരു ഗുഹയാണ് കേട്ടോ. അതായത് മണ്ണൊലിച്ച് പോയിട്ട് അവിടെ ഒരു ഗുഹ എന്നാണ് പറയുന്നത്. ഒരു നരിമട എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. ഈ സ്ഥലത്തേക്കുള്ള പേര് നരിമട എന്നാണ്. പക്ഷെ കാണുമ്പോൾ തന്നെ നല്ല പേടിയാവട്ടെ. അതിൻ്റെ ഉള്ളിലോട്ടൊന്നും അധികം വെളിച്ചും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ ഒരു ഇതായിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ പേടിയാവും. അതുപോലെ തന്നെ ബാഡ് സ്മെല്ലാട്ടോ ഇതിൻ്റെ ഉള്ളിൽ. ഭയങ്കര ബാഡ് സ്മെല്ലായിട്ടാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അതുപോലെ നല്ല വവ്വാലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഉണ്ട്. നമ്മളെല്ലാവരും അങ്ങോട്ട് ഇറങ്ങി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉള്ളിലോട്ട് പോകാൻ ആർക്കും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഉള്ളിലോട്ടൊന്നും ആരും പോയില്ല കേട്ടോ. ഭയങ്കര ബാഡ് സ്മെല്ലായിരുന്നു. അങ്ങനെ ഇവിടുന്ന് ഒരു ചായയും ഒക്കെ കുടിച്ചിട്ട് ഇവിടെ നേരെ ബീച്ചിലോട്ടാണ് പോയത്. ഇവിടെ നിന്നാണ് എല്ലാവരും കൂടെ പിന്നെ പിരിഞ്ഞത്. അങ്ങോട്ടും ഇങ്ങോട്ടും കൈയൊക്കെ കൊടുത്ത് പിരിഞ്ഞു. ഇനി അടുത്ത റൈഡിൽ കാണാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ.